ഹലോ ഗൈസ്, ഹാപ്പി തിരുവോണം. ഇന്ന് ഞങ്ങളപ്പോൾ ഓണസദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതപ്പോൾ ഞങ്ങൾ ഓണസദ്യയുടെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏടത്തിയമ്മമാരൊക്കെ ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റു. ഏടത്തിയമ്മമാരിതാ, പിന്നെ അമ്മയും എണീറ്റിട്ടുണ്ട്. പിന്നെ വേറെ ആരും ഇപ്പം എണീറ്റിട്ടില്ല. പിന്നെ എന്താ, ഒരാൾ കഷ്ണം മുറിക്കുന്നു, ഒരാൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നീ അത് ചെയ്യും, ഞാനിത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സെറ്റായിട്ട് ഒരു വൈബായിട്ട് ഇങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉഷാർ കൂടുതലാണ്. ഞങ്ങൾക്ക് ഇത്ര ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി കഴിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏകദേശം കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോഴേക്കും കുട്ടികളെല്ലാവരും എണീറ്റു. അങ്ങനെ സത്താപ്പി, പിന്നെ ഇഷാനുണ്ട്. ഇഷാനാണ് ഫോണും കൊണ്ട് നടക്കുന്നത്. അതിനുവേണ്ടിയച്ഛൻ, പിന്നെ അച്ഛൻ, പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോഴേക്കും സുനുവലിയച്ഛൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സുനുവലിയച്ഛൻ്റെ പരിപാടികളായിരിക്കും. എന്തെങ്കിലും ഒരു സ്പെഷ്യലെങ്കിലും ഉണ്ടാക്കാത്ത ഒരു ഓണം പോലും ഉണ്ടാവില്ല ആള്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഷെഫ് കൂടിയാണ് സുനുവേട്ടൻ. പിന്നെ സുനുവേട്ടൻ്റെ വക എന്തെങ്കിലും ഒന്നുണ്ട്, അപ്പോൾ ഒരു വിഭവം ഉണ്ടാക്കും. അങ്ങനെ അതിന് വന്നതാണ്. അങ്ങനെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ സനുവേട്ടൻ വന്ന് തേങ്ങയൊക്കെ ചിരവി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യയുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് റെഡി ആവണം. ഞങ്ങൾക്ക് പോയിട്ട് ഇനിയൊക്കെ നമുക്ക് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവരെയും കാണാം. ഏമിക്കുട്ടനെ ആദ്യം സെറ്റാക്കണം, എന്നിട്ടേ നമുക്ക് റെഡി ആവാൻ പറ്റൂ. അപ്പോൾ അമ്മ മാവേലിക്ക് സദ്യ കൊടുത്ത് പൂജ കഴിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, പൂജ കഴിക്കുന്നതൊക്കെ നോക്കി. പിന്നെ ഇതിനിടയിൽ എല്ലാവരും റെഡിയായി വന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫാമിലി ഫോട്ടോസൊക്കെ. അത് ഞങ്ങൾ ലാസ്റ്റ് ഇതിൽ ഇടാം. പിന്നെ ഇന്ന് എല്ലാവരും ഉള്ള ഒരു ദിവസമാണ് ഈ ഓണം. എല്ലാ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉള്ള ദിവസം കൂടിയാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഓണസദ്യ കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം. ഹാപ്പി ഓണം പറയും. നെല്ല് പിന്നെ ഹാപ്പി ഓണം പറയും. അതൊക്കെ എടുത്തു കഴിഞ്ഞു. കുട്ടികളെ തന്നെ ഫസ്റ്റ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കാൻ ഇരിക്കുക തന്നെയാണ്. ഏമി ഉറങ്ങിയത് കൊണ്ട് പിന്നെ ഇനി നമുക്ക് വേറൊന്നും നോക്കാനില്ല. എല്ലാവരും ഇരുന്ന് കഴിക്കാൻ പോവുകയാണ്. കഴിക്കാം. വേണ്ട. ഓക്കെ,
നിങ്ങൾക്ക് പോയിക്കോളൂ. നിക്ക് ഓക്കെ ഓക്കെ ഹാപ്പി ഓണം പറയ്. എല്ലാരും കഴിക്കും 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 കഴിക്കും. ഓക്കെ ഇങ്ങോട്ട് മാറ 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 മാറ. ഇതിന് വലിയ പിന്നെ നല്ല പോസിംഗ് ഒക്കെ തന്നു. അവന് ഇത്തിരി ഇട്ട് കൊടുക്കുന്ന സുനുവലിയച്ചും പിന്നെ ഞാൻ പായസം കഴിക്കുന്ന വീഡിയോ എന്തായാലും എടുക്കണം പറഞ്ഞു. അപ്പോൾ അതെന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സദ്യ കഴിച്ച് കഴിഞ്ഞ് നല്ല പോസിംഗ് ഒക്കെ തന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, ഓണപ്പരിപാടി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇനി നമുക്ക് അത് കാണാം. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയണം. ഓണപ്പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം.
അങ്ങനെ സ്വത്താപ്പിക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തു, എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഡാൻസ് വൈബായിട്ട് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഓണപരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൊട്ടിക്കലാശമായിട്ട് എല്ലാവരും കൂടിയുള്ള ഡാൻസ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങളുടെ ഫാമിലിയുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.